നാളെ LGS പിയൂൺ അറ്റൻഡർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടമാണ് കേട്ടോ. പാല നഗരസഭയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ദിയ ബിനു പുളിക്കക്കണ്ടം. ഏത് നഗരസഭയാണ്? പാല നഗരസഭയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കവച് എന്നാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കവച്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്ന് ഒരു നഗരസഭയുടെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് പി വിശ്വനാഥൻ. പഠിച്ചു വെക്കണം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്ന് ഒരു നഗരസഭയുടെ അധ്യക്ഷനാകുന്ന ആദ്യ വ്യക്തിയാണ് പി വിശ്വനാഥൻ കേട്ടോ. ഏതാണ് നഗരസഭ? കൽപ്പറ്റ നഗരസഭയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. രാജ്യത്തെ ആദ്യ പണിയ വിഭാഗത്തിൽ നിന്നുള്ള നഗരസഭാ അധ്യക്ഷനാണ് പി വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥ നിരീക്ഷണമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥ നിരീക്ഷണമാണ്. ഇനി നമ്മുടെ ഇൻസാറ്റ് 3DX എന്ന് പറഞ്ഞ ഉപഗ്രഹം വിക്ഷേപിച്ച തീയതി ഒന്ന് അറിഞ്ഞു വെക്കണം. 2024 ഫെബ്രുവരി 17 കേട്ടോ. അപ്പൊ വിക്ഷേപിച്ച തീയതി 2024 ഫെബ്രുവരി 17 കേട്ടോ. സോറി, 2025 കേട്ടോ. തെറ്റിപ്പോയതാണ്. 2025 2025 ഫെബ്രുവരി 17 വിക്ഷേപണ വാഹനം GSLV F-14 കേട്ടോ. GSLV F-14 കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥ നിരീക്ഷണമാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 അഥവാ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യൻ മണ്ണിൽ, നോട്ട് ചെയ്തോണേ, ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 അഥവാ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ് കേട്ടോ. ഇനി ബ്ലൂബേർഡ് 6 ദൗത്യത്തിന്റെ ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് വെക്കാം. 6100 കിലോഗ്രാം അഥവാ 6.1 ടൺ ആണ്. അതുപോലെ തന്നെ ബ്ലൂബേർഡ് 6ന്റെ വിക്ഷേപണ വാഹനം LV-M3M6 ആണ് കേട്ടോ. വിക്ഷേപണ വാഹനം ഏതാണ്? LV-M3M6 ആണ്. പഠിച്ചു വെക്കണം. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ബ്ലൂബേർഡ് 6 അഥവാ ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? CMS-03 ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചത് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ഉപഗ്രഹം, ഇത് അമേരിക്കയുടെയാണ് ബ്ലൂബേർഡ് 6, ഇത് ഇന്ത്യൻ ഉപഗ്രഹമാണ് ചോദിച്ചെങ്കിൽ CMS-03 ആണ്. ഇനി അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ? KA തുളസിയാണ് കേട്ടോ. അപ്പൊ മന്ത്രിസഭ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ? KA തുളസിയാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? പലാമു ടൈഗർ റിസർവിലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത മനുഷ്യ ആന സംഘർഷ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? പലാമു ടൈഗർ റിസർവിലാണ്. അടുത്തത്, രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അൻപ് വീടാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ പഠിച്ചു വെക്കണം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ന്യൂസുകളെല്ലാം കാണുന്നൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ.
ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപരാഷ്ട്രം ഏതാണ്? കുറാസാവോ ആണ് കേട്ടോ. കുറാസാവോ പഠിച്ചു വെക്കണം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപരാഷ്ട്രമാണ് കുറാസാവോ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ ഏതാണ്? വർക്കല നഗരസഭയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള മാലിന്യശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക നഗരസഭ ഏതാണ്? വർക്കല നഗരസഭയാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. പഠിച്ചു വെക്കണം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, പശ്ചിമ ബംഗാളിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരിയാണ് പശ്ചിമ ബംഗാളിന്റെ നിലവിലെ മുഖ്യമന്ത്രി. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ. 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഹത്ത് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം, കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ ശാസ്ത്രീയമായി സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സേഹത്ത് മിഷൻ എന്നാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനൂടെ മറക്കരുതേ. അപ്പൊ നിങ്ങളൊരു സപ്പോർട്ടായിരിക്കും തരുന്നത് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത പോയിന്റ്, 2026 ബ്രിക്സ് വിദേശകാര്യ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ്? ന്യൂഡൽഹി ആയിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ്? ന്യൂഡൽഹി. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഇഷാങ്ക് സിംഗ് ആണ് കേട്ടോ. ഇഷാങ്ക് സിംഗ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിനെ പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചു ചെയ്തു പോക്കോളൂ. അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് അടിച്ചു പോക്കോളൂ. അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കേൾക്കുക. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും പിന്നെ 2025 ജനുവരി മുതൽ 2026 ലാസ്റ്റ് മാസമുള്ള മെയ് വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, കേൾക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നോട്ട്സും അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ. അത് കഴിഞ്ഞും വരുന്ന LDC 2027 പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലെ ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ ഉപകാരപ്രദം ആകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുള്ളതാണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും. എല്ലാ നോട്ട്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ. അപ്പൊ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ്, നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. അപ്പൊ നിലവിലെ 53ാമതാണ്, നോട്ട് ചെയ്തോണേ. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. പഠിച്ചു നോക്കണം. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണെങ്കിൽ നിലവിലെ 40ാമത്, നോട്ട് ചെയ്തോണേ, നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അടുത്ത ചോദ്യം, 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ യോജന ആൻഡ് അജീവിക മിഷൻ പ്രകാരം
VBG റാംജി പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 40% കേട്ടോ. നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് എന്താണ് VBG റാംജി പദ്ധതി വന്നിട്ടുണ്ട്. അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പദ്ധതി. ആ പദ്ധതി പ്രകാരം നേരത്തേത് എങ്ങനെയായിരുന്നു? തൊഴിലുറപ്പ് പദ്ധതിയിൽ 90% കേന്ദ്ര സർക്കാരും 10% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഈ VBG റാംജി പദ്ധതി പ്രകാരം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. അതാണ് സംസ്ഥാന വിഹിതം 40%, കേന്ദ്ര വിഹിതം 60% ആയിരിക്കും VBG റാംജി പദ്ധതിയിൽ. അതുപോലെ തന്നെ VBG റാംജി പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തൊഴിലുറപ്പ് പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങളായിരുന്നു വരുന്നത്. VBG റാംജി പ്രകാരം പ്രതിവർഷം ഒരു കുടുംബത്തിന് 125 തൊഴിൽ ദിവസങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണേ? ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു സംസ്ഥാന വിഹിതം ഇല്ലേ 40% ആക്കിയ വിഹിതം ചില സംസ്ഥാനങ്ങളിൽ, അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ബാധകമല്ല. അവിടെ ഇപ്പം പഴയ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. 90:10%. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു VBG റാംജി ബില്ല് രാജ്യവ്യാപകമായി നിലവിൽ വരുന്നത് 2026 ജൂലൈ 1 VBG റാംജി പദ്ധതി നിലവിൽ വരുന്നത് കേട്ടോ. 2026 ജൂലൈ 1. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ്. ഈ ഒരു മത്സരം കഴിഞ്ഞു, ഈ ഒരു ട്രൈബൽ ഗെയിംസ് കഴിഞ്ഞു. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലിയാണ് കേട്ടോ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലി. 2025 ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡേവോറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? നോബൽ സമ്മാനമാണ്. ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചവരാണ് കേട്ടോ. അപ്പം നമ്മൾ നാളെ നടക്കുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ LGS ലെവലുള്ള പരീക്ഷയാണ്. അപ്പം 2024 2025 നോബൽ പ്രൈസുകൾ നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി പരീക്ഷയ്ക്ക്. 23 ചോദിക്കാൻ സാധ്യത കുറവാണ്. LGS ലെവലായതുകൊണ്ട് തന്നെ 24 25 ആയിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോണേ. ഇനി 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള കായിക താരമാരാണ്? എൽദോസ് പോൾ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് എൽദോസ് പോൾ ആണ്. എൽദോസ് പോളിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 2022 കേട്ടോ. അടുത്ത ചോദ്യം, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായിട്ടുള്ള അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ചിറ്റൂർ നിയോജക മണ്ഡലമാണ്, പാലക്കാട് ജില്ലയിലെ. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായിട്ടുള്ള അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ചിറ്റൂരാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? തന്തപ്പേര് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. തന്തപ്പേര് ഒന്നുകൂടെ പറയാം. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? തന്തപ്പേരാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം വിഭാഗത്തിലെ യുവ പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ. കൃതി ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദിയാണ്.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിലെ മലയാളം വിഭാഗത്തിൽ ലഭിച്ചതാർക്കാണ്? എൻ പ്രഭാകരനാണ് കേട്ടോ. മലയാളം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള മായാമനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിലെ മലയാളം വിഭാഗത്തിലെ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം. ആർക്കാണ്? എൻ പ്രഭാകരൻ. നോവൽ ഏതാണ്? മായാമനുഷ്യരാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ശ്രീജിത്ത് മൂത്തേടത്താണ്. കൃതി പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിച്ചത്. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ് കേട്ടോ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്, ത്വക്ക് ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 2023 53ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായതാരാണ്? നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദാണ്. കെ സോമപ്രസാദ്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്രയിലാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫ്യൂച്ചർ ഫിലിമായി തെരഞ്ഞെടുത്ത ചിത്രം ഏതാണ്? 12th ഫെയിൽ ആണ് കേട്ടോ. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഫ്യൂച്ചർ ഫിലിമായി തെരഞ്ഞെടുത്തത് 12th ഫെയിൽ ആണ്. മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടനായിട്ടുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേരാണ് പങ്കിട്ടത്. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഷാറൂഖ് ഖാനും പിന്നെ 12th ഫെയിലെ നടനുമാണ്. ആ 12th ഫെയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെ നടനാണ്. ആ നടൻ ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. 12th ഫെയിലെ നടൻ ആരാണ്? ഫെയിലിലെ നടനാണ് മികച്ച നടനുള്ള പുരസ്കാരം ഷാറൂഖ് ഖാനോടൊപ്പം ലഭിച്ചത്. ആ നടൻ ആരാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. സുദർശൻ പട്നായിക്ക് ഏത് കലാരംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്? മണൽ ശില്പകല അഥവാ സാൻഡ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം 2027 ഡിജിറ്റൽ സെൻസസിലെ ബ്രാൻഡ് അംബാസഡർ ആണ് സുദർശൻ പട്നായിക്ക് കേട്ടോ. സുദർശൻ പട്നായിക്ക് പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് കലാകാരനാണ് സുദർശൻ പട്നായിക്ക്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ജൂണിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. 97ാമത് ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മൈക്കി മാഡിസൺ ആണ്. ചിത്രം അനോറ എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. അപ്പൊ 97ാമത് 2025 കേട്ടോ. 2025 ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കി മാഡിസൺ. ഇനി 98ാമത് 2026 ഓസ്കാറിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ജെസ്സി ബക്ലിയാണ് കേട്ടോ. ജെസ്സി ബക്ലിയാണ്. ചിത്രം ഹാംനെറ്റ് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. ഇനി 98ാമത് ഓസ്കാർ പുരസ്കാരം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദനും മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സണുമാണ് കേട്ടോ. 98ാമത് ഓസ്കാർ പുരസ്കാരം 2026. ക്ലിയർ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? റൈല ഒഡീഗയാണ് കേട്ടോ. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? റൈല ഒഡീഗയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പെട്ടെന്ന് ഇറക്കിയ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ക്ലാസ്സുകളെല്ലാം നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നോവൽ പ്രൈസ് 2024-25 പിന്നെ ഫിലിം അവാർഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ബാക്കി എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാളെ രാവിലെയാണ് പരീക്ഷ. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും